അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വ്യാജ ത്വരീഖത്തുകളിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യാജ ത്വരീഖത്താണ് KC അബ്ദുള്ള മൗലവിയുടെ കുരുവട്ടൂരി ത്വരീഖത്ത്. ഈ കുരുവട്ടൂരി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ കുരുവട്ടൂരി KC അബ്ദുള്ളയുടെ മുരീദും പ്രചാരകനുമായ അബ്ദുൽ നൗഷാദിനെ സംബന്ധിച്ച് പറയാറുണ്ട്. ഈ വാക്ക് കേൾക്കുമ്പോൾ പല ആളുകൾക്കും പലരും കമൻ്റായി വോയിസിൻ്റെ താഴെ വന്ന് പറയാറുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അബ്ദുൽ നൗഷാദ് എന്ന് പറയുന്നത്? അബ്ദുൽ നൗഷാദ് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം അള്ളാഹുവിൻ്റെ അസ്മായിൽ പെട്ടതല്ലല്ലോ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ടതല്ലല്ലോ. അബ്ദുർ റസാഖ് എന്ന് പറയുന്നത് പോലെ, അബ്ദുർ റഹ്മാൻ എന്ന് പറയുന്നത് പോലെ അബ്ദ് ചേർത്ത് പറയാൻ പറ്റിയ ഒരു പേരല്ലല്ലോ നൗഷാദ് എന്നത്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചേർത്ത് പറയുന്നത് എന്ന് പ്രഥമദൃഷ്ട്യാ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യാജ ത്വരീഖത്തുകാരുമായി സംവദിക്കുന്ന അധിക ആളുകളും നന്നായി അറബി അറിയുന്നവരും എന്താണ് അസ്മാ എന്താണ്, അബ്ദ് എപ്പോൾ ചേർക്കണം എന്നൊക്കെ അറിയുന്നവർ തന്നെയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം ഉസ്താദുമാർ തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അബ്ദുൽ നൗഷാദ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നാമമല്ല നൗഷാദ്. പിന്നെയും എന്തുകൊണ്ടാണ് നൗഷാദിൻ്റെ പേര് പറയുമ്പോൾ അബ്ദുൽ നൗഷാദ് എന്ന് പറയുന്നത്? വേറെയും കുറേ നൗഷാദുമാരുണ്ട്, അവരൊക്കെ അബ്ദുൽ നൗഷാദ് ആണ് പേര് എന്ന് എനിക്കറിയില്ല, ആകാൻ സാധ്യതയില്ല. അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവിൻ്റെ പേരിൽ പഴയകാലത്തെ പണ്ഡിതന്മാരൊക്കെ ഒരു വെറൈറ്റി, ഒരു തലതിരിച്ചിൽ കണ്ടിരുന്നു. കാരണം അബുൽ അഅ്ല എന്ന് അദ്ദേഹത്തിന് പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെ വ്യാജ ത്വരീഖത്തിൻ്റെ പ്രചാരകനായ നൗഷാദിൻ്റെ പേരിൽ ഒരു വെറൈറ്റി ഉണ്ട്. ആ വെറൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അബ്ദുൽ നൗഷാദ് എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരാണ്. ആ സ്ക്രീനിലേക്ക് നോക്കൂ. ഇത് ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ അറിയോ, എറണാകുളത്തുള്ള ഒരു ഹൈക്കോർട്ടിൽ ഒരു കോടതിയിൽ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായി നമ്മളും അവരുമായി. ഞാനതിപ്പോൾ പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് 2019 അവിടെ അവരുടെ പേര് ഔദ്യോഗികമായി എഴുതാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അതിൽ പ്രതി ചേർക്കപ്പെട്ട് പറഞ്ഞ ആളുകളിൽ ഒന്നാം പ്രതിയായി വന്നത് നമ്പർ 1 കണ്ടുപിടി. ഹൈക്കോർട്ടിൻ്റെ അതിൽ വന്ന ഒന്നാമത്തെ ആളായി പറയുന്നത് KC അബ്ദുള്ള സൺ ഓഫ് അബൂബക്കർ, ഏജ് 36. 2019 ഈ പറഞ്ഞ ഷെയ്ഖ് KC അബ്ദുള്ള മൗലവിയുടെ വയസ്സ് 36 എന്ന് പറഞ്ഞിട്ട്. കുരുവട്ടൂർ കോഴിക്കോട് ഡിസ്ട്രിക്ട്. അതാണ് ഇപ്പോൾ എഴുതി കാട്ടുന്നത്. ഇനി രണ്ടാമത്തെ ആളായി പറയുന്നത് നമ്മൾ ആരെയാണ്? KC അബ്ദുള്ള മൗലവിക്ക് ശേഷം പിന്നെ രണ്ടാമതായി പറയുന്നത് സാക്ഷാൽ അബ്ദുൽ നൗഷാദിനെ സംബന്ധിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിങ്ങനെയാണ്, നോക്കൂ, വെറുതെ പറയല്ല, അബ്ദുൽ നൗഷാദ്. അപ്പോൾ ഇത് നൗഷാദ് എന്നത് അബ്ദു ചേർത്ത് പറയാൻ പാടില്ല എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് അദ്ദേഹത്തിൻ്റെ പേരിട്ടത് അദ്ദേഹത്തിൻ്റെ പാരൻസ് ആവും, ഉമ്മയും പാപ്പയും ആവും. അവരാണ് നോക്കേണ്ടത്. പേരിട്ടുന്ന സമയത്താണ് കുട്ടികളിൽ അതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അല്ലാതെ അത് പേര് പബ്ലിഷ് ചെയ്ത് ഏകദേശം 36-37 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ന് 2019 30 വയസ്സാണ്. നോക്കി, അബ്ദുൽ നൗഷാദ്, വെറുതെ പറയല്ല, അബ്ദുൽ നൗഷാദ് സൺ ഓഫ് മുഹമ്മദ് കാട്ടുവളപ്പിൽ. ചില ആളുകൾ അതും പറയാറുണ്ട്. ഈ കാട്ടുവളപ്പിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പരിഹസിച്ചു എന്നുള്ളത്. കാട്ടുവളപ്പിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലാണ്, വെറുതെ പറയല്ലത്. കാട്ടുവളപ്പിൽ എന്നത് ഇനീഷ്യലാണ്. ഏജ് 30. കാട്ടുവളപ്പിൽ ഹൗസ്, കുന്നുംകുറ്റി, അതൊക്കെ വെറുതെ പറയല്ല, കുന്നുംകുറ്റി. മറ്റത്തൂര്, ഒതുക്കുങ്ങൽ, മലപ്പുറം ജില്ല. മനസ്സിലായോ? രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ അളിയൻ്റെ അളിയൻ എനിക്ക് തോന്നുന്നു KC അബ്ദുള്ളയേക്കാളും കൂടുതൽ 2 വയസ്സ് മൂത്തത് ആരാണ്? ഈ അബ്ദുൽ സമ്മദ് എന്ന് പറഞ്ഞ ഈ സാധന. ഈ കണ്ടാൽ മതിക്കൂല എന്ന് മാത്രമേ ഉള്ളൂ.
ചില സാധനങ്ങൾ അങ്ങനെയുള്ളൂ. ഇത് കൂടുതൽ പ്രായമുള്ള ആളാണ്, അവരിങ്ങോട്ടൊക്കെ പ്രായമാണ്. നൗഷാദിന് 30 വയസ്സ് പറയുമ്പോൾ KC അബ്ദുള്ളക്ക് 36 വയസ്സ് പറയുമ്പോൾ അബ്ദുസമ്മദിന് 38 വയസ്സാണ് ഇപ്പോൾ 2019 കേട്ടോ. അതാണ് ഞാൻ വായിച്ചത്. മൂന്നാമത്തത് അബ്ദുസമ്മദ് രായിമൂലേര് സന്നൂപ്പ്, ഏജ് 36, അണ്ടാ പാലപ്പറ്റ് ഹൗസ്. ഇനി നാലാമത് പറയുന്നത് കുഞ്ഞമ്മീനെ പറ്റിയാണ്. കുഞ്ഞമ്മദ് സന്നോഫ് അബൂബക്കർ, ഏജ് 41. പ്രായം നോക്കുകയാണെങ്കിൽ കുഞ്ഞമ്മദാണ് ഷെയ്ഖാവേണ്ടത്. കാരണം എന്താ, ഓന് ഈ പറഞ്ഞ ലോകം മൊത്തം നിയന്ത്രിക്കണ ഷെയ്ഖിനെ കാട്ടി 4-5 വയസ്സ് കൂടുതലാണ്. 31 വയസ്സ്. എപ്പോൾ? 2019. കണ്ടില്ലേ? അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഞാനിപ്പോൾ ഇതൊക്കെ പറയേണ്ട കാരണം, എൻ്റെ പല സംസാരത്തിൻ്റെ അടിയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അബ്ദുൽ നൗഷാദ് എന്ന് പറയുന്നത് എന്ന് എന്നോട് കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആ കമൻറ്റ് ഒന്നിക്കും വായിക്കുകയാണെങ്കിൽ ബ്ലോക്ക് ആക്കുക ചെയ്യാറുണ്ട്. നിരന്തരത ചോദിക്കുന്ന ആളുകളോട് ഇനി പറയാനുള്ളത് ചോദിക്കണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ പേരതാണ്. എന്താണോ ഒരാൾക്ക് പേരിട്ടത് ആ പേര് നമ്മൾ വിളിക്കും. അതേ സമയത്ത് പേര് നന്നാക്കാൻ വേണ്ടി പേരൻസ് ശ്രമിക്കണം. നമ്മളെ കുട്ടികൾക്ക് പേരിടുമ്പോൾ അത് നല്ല അർത്ഥത്തിലുള്ളതാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാമെന്നല്ലാതെ നമ്മളെന്തെങ്കിലും ഒരു പേരിട്ടു, ആ പേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പിന്നെ ജനങ്ങൾ വിളിക്കുക. അത് വിളിക്കൽ ഒരു മോശമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് ഉഷാറല്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചോനെ തെറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ വിളിച്ചോനെ പരിഹസിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 2 കാര്യം. ഒന്ന്, അബ്ദുൽ നൗഷാദ് എന്ന് പറഞ്ഞ ഈ പേര് ഇദ്ദേഹത്തിൻ്റെ പേരാണ്, സ്വന്തമായ പേരാണ്. ഇതാണ് അദ്ദേഹത്തിന് ഇട്ട പേര്, അതുകൊണ്ടാണ്, അല്ലാതെ അദ്ദേഹത്തിനെ പരിഹസിക്കല്ല. രണ്ടാമത്, കാട്ടുവളപ്പിൽ എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന് എന്തോ തോന്നിയാത്തം വിളിക്കുകയല്ല. കാട്ടുവളപ്പിൽ എന്നത് അദ്ദേഹത്തിന് ഇനീഷ്യലാണ്. ഇത് ഞാൻ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ, ഇത് ആദർശപരമായുള്ള വീഡിയോ അല്ല. പിന്നെ പല ആളുകളും കമൻറ്റിൽ വന്ന് ഇങ്ങനെ നിരന്തരം ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്. ഇത്ര മാത്രമേ ഇതിനെപ്പറ്റി പറയുള്ളൂ. ഇനിയെങ്കിലും താഴത്ത് വന്നിട്ട് അതെന്തേ അങ്ങനെ വിളിച്ചു, എന്ത് കാട്ടുവളപ്പിൽ എന്ന് പറഞ്ഞു, എന്ത് അബ്ദുൽ നൗഷാദ് എന്ന് പറഞ്ഞു, സഹോദര എന്തേ പറഞ്ഞു എന്നാണ് ചില ആളുകളൊക്കെ ഖിതാബ് ചെയ്യൽ. അങ്ങനെ സഹോദര നീ പരിഹസിക്കാൻ പാടുണ്ടോ? അബ്ദുൽ നൗഷാദ് പറഞ്ഞ പരിഹാസമാണോ? അദ്ദേഹത്തിൻ്റെ പേരതാണ്. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അസ്മാ അല്ല എന്നുള്ളത് ഈ പറയുന്ന ഉസ്താദ്മാർക്കൊക്കെ തീരും. പക്ഷേ പേരതായതുകൊണ്ട് അതങ്ങനെ പറയുന്നു. ഇനി വേറെ ആരെങ്കിലും പേരതാണെങ്കിൽ അതങ്ങനെ പറയും. അത്രയേ ഉള്ളൂ. എന്നാൽ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.